ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് അതുപോലെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഈ ബൊഗൈൻവില്ലയുടെ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതല്ലാതെ മറ്റുള്ള ഫ്ലവറിങ് പ്ലാന്റുകൾ ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചാനൽ അങ്ങ് കണ്ടുപോകുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്നതേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഒത്തിരി ആൾക്കാർ നല്ല റിവ്യൂ ആണ് നമ്മുടെ ചാനലിന് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ്. അതുപോലെ DTDC ആണ് കൊറിയർ സർവീസ് വരുന്നത്. പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്ന അടിപൊളിയായിട്ടൊരു മഞ്ഞ സുന്ദരിയാണ് കേട്ടോ. നല്ല മഞ്ഞക്കിളി കണ്ടില്ലേ, അടിപൊളി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്ലാന്റ്. അത്രയും നല്ല പൂക്കളാണ് ഇതിൻ്റെ പൂക്കൾ. 365 ദിവസം ഒരു രക്ഷയില്ലാതെ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാൽഫേമിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഒരു മെയിൻ്റനൻസും കൂടാതെ ലോ മെയിൻ്റനൻസിൽ നമുക്ക് എവിടെ വേണേലും നിലത്തായാലും ചട്ടിയിലായാലും എവിടെ വേണേലും വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അത്യാവശ്യം സൺലൈറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. വളരെ കുറച്ച് പ്ലാന്റുകളെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക. അപ്പോൾ ഇതിൻ്റെ തൈകൾ എന്ന് പറഞ്ഞാൽ പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിതിൻ്റെ സീഡ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇതിൻ്റെ കമ്പ് കുത്തിയിട്ട് പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്ന 230 രൂപയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റയർ വെറൈറ്റി ചെടിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസും കൂടാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് റിവേനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നല്ല നീല പിങ്ക് കളറിലുള്ള പൂക്കളാണ് വരിക. നല്ല അടിപൊളിയായിട്ട് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റിവേനിയ പ്ലാന്റ്. അത്യാവശ്യം റെയറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. നല്ല ഹാർഡ് സ്റ്റെമ്മിലൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നതും 230 രൂപ തന്നെയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. അടുത്ത് വരുന്ന പെൻഡാസ് ആണ്. നമുക്ക് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് പെൻഡാസ്. ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെൻഡാസ്. അതുപോലെ നമുക്ക് ഇപ്പോൾ ചട്ടിയിലൊക്കെ നടുമ്പം അത്യാവശ്യം നീർവാർച്ചയുള്ള ചട്ടിയിൽ വേണം നടാനായിട്ട്. നല്ല പോട്ടി മിക്സ് വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പെൻഡാസിൻ്റെ വെറൈറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 2 വെറൈറ്റി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ചോര കളർ റെഡ് കളർ പൂക്കളാണ് വരുന്നത് ഒന്ന്. അപ്പോൾ ഈ ഒരു കളറാണ് വരുന്നത് ഒന്ന്. 100 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. ലാവണ്ടർ കളറാണ്. ലാവണ്ടർ കളറിന്റെ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 100 രൂപ തന്നെയാണ് ഇതിന്റെയും വില വരുന്നത്. അടുത്ത് വരുന്ന നിക്കോഡിയയുടെ തൈകളാണ്. നമുക്ക് ഒരു മെയിൻ്റനൻസും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയയുടെ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇങ്ങനെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. തീരെ നമുക്ക് കൂടുതൽ വളങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലാത്തൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വളങ്ങളോ വെള്ളമോ ഒന്നും കൊടുക്കാൻ പാടില്ലാത്ത പ്ലാന്റ് ആണ്. ഇതിനെ ഒന്ന് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. 100 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന കൂഫിയ പ്ലാന്റ് ആണ്. കൂഫിയ പ്ലാന്റ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത വീഡിയോ ആണ്. അത്രയധികം എൻക്വയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ്. നല്ല രീതിയിൽ തേനീച്ചകളും പൂമ്പാറ്റകളും ആകർഷിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒത്തിരി സെയിലായി പോകുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റ് വരുന്നത്. 365 ദിവസം ഇതുപോലെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ഈ കൂഫിയ പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 കളർ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്രയധികം പൂമ്പാറ്റകളും തേനീച്ചകളും ഒക്കെ ആകർഷിക്കപ്പെടുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ്. അടുത്ത് വരുന്ന കൂഫിയ പ്ലാന്റിൻ്റെ തന്നെ ഒരു ലാവണ്ടർ കളറാണ് വരുന്നത് കേട്ടോ. നല്ല തിക്കായ പ്ലാന്റ് ആണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പടർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി വലിപ്പമുള്ള പ്ലാന്റ് ആണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ചുവടുഭാഗം വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്നതാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 100 രൂപ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത് കേട്ടോ. അടുത്ത് വരുന്ന യെസ്റ്റർഡേ ടുഡേ ടുമോറോയുടെ ഡോർഫ് ടൈപ്പ് പ്ലാന്റ് ആണ് വരുന്നത്. മിനിയേച്ചർ ടൈപ്പ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 140 രൂപയാണ്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് 3 ദിവസം 3 കളർ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ, ഇത് ഒരു വൈറ്റ് വയലറ്റ് പിന്നെ ഒരു ലൈറ്റ് വയലറ്റ് അങ്ങനെയൊക്കെ വരുന്നൊരു
3 കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 140 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ലാവൻഡർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്കിത് കണ്ടില്ല, ഇതുപോലെ ബുഷാക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ലാവൻഡർ പ്ലാന്റ്. ഒരു മെയിൻ്റനൻസും ഇല്ലാതെ വളർത്താം. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഇതിൽ വരും കേട്ടോ. അപ്പോൾ പൂക്കൾ ഇതിൽ വലിയ കാര്യമായിട്ട് കണക്ക് കൂട്ടണ്ട. ഇതിൻ്റെ ലീഫുകൾക്കാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. അത്ര ഭംഗിയാണ്, നല്ലൊരു സ്മെല്ലുമാണ് ഇതിൻ്റെ ഇലകൾക്ക്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 120 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന നല്ലൊരു ഹാങ്ങിങ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ബാർലേരിയ പ്ലാന്റ്. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ കുനുകുനാന്ന് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പം ചെറിയ തൈയാണ്, അതുകൊണ്ട് തന്നെ പൂക്കൾ കുറവാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ്. പൂക്കൾ എന്ന് പറഞ്ഞാൽ അത്ര ഭംഗിയുള്ള, നിറയെ പൂത്ത് കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ള ഒരു പൂക്കളാണ് ഇതിന്റെ വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 80 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. അടുത്ത് വരുന്ന കാക്കടമുല്ലയാണ്. കാക്കടമുല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ലൊരു സെമി ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ ഒരു കുറ്റിച്ചെടിയായിട്ടും ക്രീപ്പറായിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 80 രൂപ തന്നെയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ വളരെ ഒരു 10-15 പ്ലാന്റുകളേ ഉള്ളൂ ഇത് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് കുറച്ച് പ്ലാന്റ് കിട്ടിയുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം കേട്ടോ. അടുത്ത് വരുന്ന ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ടും അതുപോലെ ഒരു മെഡിസിനൽ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ ഫ്ലവർ നമുക്ക് ഇട്ടിട്ട് ചായയൊക്കെ വെച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇതിന്റെ വരുന്നത്. നല്ല ഔഷധ ഗുണമുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് പുതിയ തൈകളൊക്കെ ആക്കിയെടുക്കാൻ ഇതിന്റെ പുതിയ സീഡുകളൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടില്ല, നമ്മുടെ ഒരു ബീൻസ് വയർ പോലെയാണ് ഇതിന്റെ സീഡ് വരുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സീഡ് നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ആവശ്യമുള്ളവർ അറിയിക്കുക. അപ്പോൾ ഇതിന്റെ വില വരുന്നത് 80 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ചെത്തിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റ് ആണ് ഹൈബ്രിഡ് ചെത്തികൾ. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഒരു 3 ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പൂനയുടെ ചെത്തികൾ വരുന്നത്. അപ്പോൾ നല്ല ഒരു റെഡ് കളർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓറഞ്ച് കളറാണ് പൂക്കൾ വരുന്നത്. നല്ല ഒരു ഓറഞ്ച് കളറിൽ വരുന്ന പൂക്കളാണ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് 250 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന പൂന വെറൈറ്റി ചെത്തി തന്നെയാണ് വരുന്നത്. യെല്ലോ കളർ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ബുഷാക്കി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഒരുപാട് ആൾക്കാർ ചെത്തിയൊക്കെ വളർത്താൻ സ്ഥലമില്ലാതെ, സ്ഥലപരിമിതിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പൂന വെറൈറ്റിയുടെ ഹൈബ്രിഡ് ചെത്തികൾ. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 250 രൂപ തന്നെയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന അരീക്കപ്പാമാണ്. അരീക്കപ്പാമ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അരീക്കപ്പാമ. ഒരുപാട് ഷൂട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 160 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന കറിവേപ്പിലയാണ്. കറിവേപ്പില നമുക്കറിയാം, നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ കറിവേപ്പില എന്ന് പറയുന്നത്. എല്ലാ സമയത്തും നമുക്ക് കറിവേപ്പില നമ്മുടെ വീട്ടിൽ ആവശ്യമാണ്. നല്ലൊരു തൈ വാങ്ങി നമ്മുടെ മുറ്റത്ത് ഒരു ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് നമുക്ക് വിഷമില്ലാത്ത ഒരു കറിവേപ്പില ലഭിക്കാനായിട്ട് നമുക്കൊരു തൈ മേടിച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 100 രൂപയാണ് കേട്ടോ. അടുത്ത് വരുന്ന ഈ ഒരു പെപ്രോമിയാണ് കേട്ടോ. ഇത് കണ്ടില്ല, നല്ല വെരിക്കേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പെപ്രോമിയുടെ ഈ ഒരു വെറൈറ്റി. അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക. 50 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അടുത്ത് വരുന്ന ഫിലോഡൻഡ്രത്തിന്റെ ഈ ഒരു വെറൈറ്റി ആണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു വെറൈറ്റി ഫോട്ടോ അയച്ചുകൊണ്ട് വാട്സപ്പിലൊക്കെ ചോദിച്ചിരുന്നു ഈ ഒരു പ്ലാന്റ് കിട്ടാനുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു കൂടുതൽ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രം വെറൈറ്റികളൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. ഇതിൻ്റെ വില വരുന്നത് 160 രൂപയാണ്. അടുത്ത് വരുന്ന ഡോർഫ് CC പ്ലാന്റ് ആണ് കേട്ടോ. മിനിയേച്ചർ CC പ്ലാന്റ്. ഒരുപാട് അങ്ങനെ ഹൈറ്റ് ഒന്നും വെച്ചു, അതിൻ്റെ ലീഫുകൾ കണ്ടാൽ അറിയാം. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട്. ഇത്രയധികം തിക്ക് പോട്ടാണ് കേട്ടോ. ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. 320 രൂപയാണ്. ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ. നിറയെ തൈകളുള്ള പ്ലാന്റുകളാണ് വരുന്നത്. നല്ല എല്ലാം ഫ്ലവറൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. മുട്ടുകളും ഫ്ലവറുകളൊക്കെ വരാൻ തുടങ്ങിയ പ്ലാന്റാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള അടിപൊളി പ്ലാന്റാണ്. മിനിയേച്ചർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് 250 രൂപയാണ്. അടുത്ത് വരുന്ന ഈ ഒരു പാമാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ചെറിയ പ്ലാന്റ് ആണ്. ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത്. ഈ കവറോട് കൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിയുള്ള പ്ലാന്റ് ആണ്. അത്രയും അധികം പ്ലാന്റുകളില്ല, കുറഞ്ഞ പ്ലാന്റുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക. 100 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ